ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് പെട്ടെന്നൊന്ന് ബാംഗ്ലൂർ പോയിട്ട് വന്നാലോ? ആക്ച്വലി ഇത് പെട്ടെന്നൊരു ബാംഗ്ലൂർ പോക്കല്ല. നമ്മൾ കുറേ നാൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഓഫീസിലൊക്കെ ലീവൊക്കെ പ്ലാൻ ചെയ്ത് ലീവൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ കാത്തിരുന്ന് പോകുന്നൊരു ട്രിപ്പാണ്. ബട്ട് നിങ്ങൾ കാണുമ്പം ഇത് പെട്ടെന്ന് ഇങ്ങനെ കണ്ടങ്ങ് തീർന്നു പോകും. സോ അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്നൊന്ന് ബാംഗ്ലൂർ പോയിട്ട് വന്നാലോ എന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ചൊന്ന് ഡിലേ ആയി, ലേറ്റായി, നമുക്ക് ട്രെയിനിനുള്ള സമയമായി, ഓടിപ്പടച്ച് വന്നിട്ട് ട്രെയിനിലിരിക്കണ ഒരു സീനാണിത്. ഈ ഇരിപ്പ് കണ്ടാൽ അങ്ങനെ തോന്നില്ലെങ്കിലും നമ്മൾ ഓടി വന്ന് മിസ്സാവില്ല എന്ന് പറഞ്ഞ് കിട്ടിയ ട്രെയിനാണ്. ആൻഡ് ട്രെയിനിലുള്ള യാത്ര എപ്പോഴും അടിപൊളിയായിരിക്കുമല്ലോ. ഈ പ്രകൃതി രമണിയൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ സുഖമായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ വേറെ 3 ഫ്രണ്ട്സും കൂടെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. ട്രെയിൻ കിട്ടുമോ എന്നുള്ള വെപ്രാളത്തിൽ ഓടുന്നതിനിടയ്ക്ക് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും വീഡിയോ എടുക്കാനും ഒക്കെ മറന്നുപോയി. രാത്രി നമ്മൾ കുറേ നേരം വെറുതെ ഇരുന്നു, തമാശയൊക്കെ പറഞ്ഞിരുന്നു, ചീട്ടൊക്കെ കളിച്ച് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും നമ്മൾ ബാംഗ്ലൂരൊക്കെ എത്തിയിരുന്നു. ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ തന്നെ ഫ്രണ്ടായിട്ടുള്ള നീമാരുൻ്റെ അടുത്താണ്. ആക്ച്വലി ഹെർ നെയിം ഈസ് അമൃത, നമ്മുടെ ഡിഗ്രി ഫ്രണ്ടാണ്. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും അവരവരുടെ ലഗേജസ് ഉണ്ട്. അതുകൂടാതെ ആരോമലിൻ്റെ അടുത്തും അഖിലിൻ്റെ അടുത്തൊക്കെ ആയിട്ട് കുറച്ച് എക്സ്ട്രാ ലഗേജസും കൂടി ഉണ്ട്. കായംകുളത്തൊക്കെ എത്താറായപ്പോഴത്തേക്ക് നീമാരുവിൻ്റെ അമ്മ, അതായത് നമ്മുടെ സ്വന്തം മായമ്മ അടിപൊളി കുക്കാണ്. അപ്പം നീമാരുവിനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് നമ്മളുടെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഡിന്നറും ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടായിരുന്നു വന്നിരുന്നത്. നമ്മൾ ട്രെയിനിൽ നിന്നൊക്കെ കഴിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു വന്നത്. ബട്ട് മായമ്മ ഫുഡ് ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് രാത്രി നല്ല ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റി. അങ്ങനെ നമ്മൾ മെട്രോയിലൊക്കെ കയറി അമൃതൻ്റെ പ്ലേസിൽ എത്തിച്ചേരാറായി ഏകദേശം. ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെ നിന്നൊരു ഓട്ടോയൊക്കെ പിടിച്ചിട്ട് വേണം നമ്മളങ്ങ് എത്താൻ വേണ്ടിയിട്ട്. ട്രെയിനിൽ കിടന്ന് അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങിയത് കൊണ്ട് തന്നെ വലിയ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തി ഫ്രഷായി പെട്ടെന്ന് തന്നെ റെഡിയായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ബാക്കിലുള്ളത് അഖിലും പ്രിൻസാണ്. ഇവരും നമ്മളുടെ ഡിഗ്രി മുതലുള്ള ഫ്രണ്ട്സാണ്. അപ്പം നമ്മൾ ഓട്ടോയൊക്കെ പിടിച്ചിട്ട് നെക്സ്റ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു ലോക്കൽ ഷോപ്പ്. അവിടുത്തെ പൊറോട്ട റോളും ആൻഡ് ഈ ലെമൺ ടീയും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറിയത്. പക്ഷേ ലെമൺ ടീക്ക് കുറച്ച് മധുരം കൂടിപ്പോയി, അല്ല മധുരം കൂടുതലുണ്ടായിരുന്നു എന്നത് ഒഴിച്ചാൽ അടിപൊളിയായിരുന്നു. കസ്കസൊക്കെ ഇട്ടൊക്കെ ഉണ്ടായിരുന്ന ഒന്നാണ്. പിന്നെ ഇതായിരുന്നു നമ്മളുടെ റോള് നമ്മൾ ആക്ച്വലി എപ്പോഴും കഴിക്കുന്ന റോൾസിനേക്കാളും ഒരു ടേസ്റ്റിന് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. റോളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിന്നു. ട്രെയിൻ വന്നപ്പോൾ നമ്മൾ അതിൽ കയറാൻ പോവുകയാണ്. ആൻഡ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ശിവാജി നഗർ മാർക്കറ്റിലാണ്. സോ അവിടെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ കുറച്ച് വില പേശിയൊക്കെ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അവിടെ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. വീഡിയോയുടെ ക്ലാരിറ്റിയിലൊക്കെ പ്രശ്നമുണ്ട്. ബിക്കോസ് നമ്മൾ വ്ലോഗ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവയർനെസ് കുറവായിരുന്നു. മാത്രമല്ല അതൊന്നും അത്ര ശ്രദ്ധിച്ചില്ല. അതാണ് സത്യം. നമ്മളിങ്ങനെ റോഡിൽ കൂടെയൊക്കെ അത്യാവശ്യം ബഹളമൊക്കെ ഉണ്ടാക്കി അലമ്പൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ബട്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു, ഒരു വൈബൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ടൈമിൽ പുറത്തേക്ക് അധികം ആളുകളെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. മേ ബി ഓൾ വർക്കിംഗ് ആയതുകൊണ്ടായിരിക്കാം അധികം പുറത്തൊന്നും ആരെയും കണ്ടില്ല. പിന്നെ ഇത് അവിടെ കണ്ട ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആൻഡ് ഇതാണ് നമ്മളുടെ മാർക്കറ്റിനകത്തേക്കുള്ള എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം റോഡ് സൈഡിലും ആ ഫുട്പാത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ
കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരുപാട് ആളുകളൊക്കെ അവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നതും ഒക്കെ കാണാം. നമ്മൾ അകത്തേക്ക് കയറുമ്പം ഡേ ടൈമാണ്, അതായത് വെളിച്ചമൊക്കെ ഉണ്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല. ആൻഡ് അകത്തോട്ട് കയറുമ്പോൾ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. ഈ കനകാംബര പൂവൊക്കെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് വീണ്ടും കാണുന്നത്. ഒരു നൊസ്റ്റാൾജിക് മൊമെൻ്റ് ആയിരുന്നു. ആൻഡ് അകത്തേക്ക് കയറുമ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് നമ്മൾ അവിടെ നിന്ന് പാനിപൂരിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് കഴിച്ച ആ പാനിപൂരി അത്ര രസമായിട്ട് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ എങ്കിലും ബാംഗ്ലൂർ വന്ന സ്ഥിതിക്ക് പാനിപൂരി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. ആൻഡ് നമ്മൾ കുറേ ഷോപ്സിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ ഒരു ഷോപ്പുണ്ട്, ടെക്സസ് എന്ന് പറഞ്ഞിട്ട്. അത് അന്വേഷിച്ചാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടെക്സസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഭയങ്കര റേറ്റ് കുറച്ച് കിട്ടും. അങ്ങനെ നമ്മൾ ടെക്സസ് കണ്ടുപിടിച്ച് ടെക്സസിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഇനി ഒരു ആക്രാന്തം പിടിച്ച പരതലായിരിക്കും. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ പൊയ്ക്കൊണ്ടിരിക്കുക. ഇനി ഈ ടെക്സസ് ആക്ച്വലി ഈ ശിവാജി നഗറിലുള്ള ടെക്സസ് ഈസ് ആക്ച്വലി കുറച്ച് സ്പേസേ ഉള്ളൂ. ആൻഡ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ടെക്സസിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത്ര കളക്ഷൻസ് ഒന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ നൈറ്റായി തിരിച്ചിറങ്ങാൻ സമയമായപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഫുഡ് അന്വേഷിച്ച് നടക്കുമായിരുന്നു. ആൻഡ് ഇവിടെ കുറച്ചും ഈ മാർക്കറ്റിനകത്ത് ഒരു ഏരിയക്കകത്ത് ബീഫും അങ്ങനെയുള്ള നോൺ വെജസൊക്കെ കിട്ടും. സോ നമ്മൾ അങ്ങനെ ഒരു ഷോപ്പിൽ വന്നു. അവിടെ ബീഫ്, മട്ടൺ, ചിക്കൻ അങ്ങനെ പറഞ്ഞ് നോൺ വെജിൻ്റെ ഇല്ലാത്ത ഐറ്റംസ് ഒന്നും ഇല്ല. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ അതൊക്കെ നോക്കി നടന്നിട്ട് നമ്മൾ ബീഫ് ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി ഇവിടെ വന്നത്. ഈ ഹോട്ടലിൻ്റെ പേര് തന്നെ എന്തായിരുന്നു, പ്രിൻസ് എന്നെന്തോ ആണ്, പ്രിൻസ് ഹോട്ടൽ. അങ്ങനെ നമ്മൾ ബീഫ് ബിരിയാണിക്കുള്ള പേയ്മെൻറ്റ് കൊടുത്തു ബീഫ് ബിരിയാണി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ബീഫ് ബിരിയാണിക്ക് എന്തോ സ്പെഷ്യലാണ്, അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ നിന്ന് കഴിക്കുന്നത്. ഹോട്ടൽ പ്രിൻസിൽ നിന്നാണ് നമ്മൾ ബിരിയാണി മേടിച്ചത്. പ്രിൻസ് അവിടെ നിന്ന് ഹോട്ടൽ പ്രിൻസിൽ നിന്ന് ബിരിയാണി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു. നമ്മൾ കുറേ അവിടെ ഫുള്ളി ഫുഡ് സ്ട്രീറ്റാണ്. അത് ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു വന്നപ്പോൾ പോലെയല്ല ഇപ്പോൾ പോകുമ്പോൾ നൈറ്റ് ടൈമാണ്. നമ്മൾ ഡിസംബർ ടൈമിലാണ് ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഫുള്ളി സ്റ്റാർസും അതേപോലെ തന്നെ ഡിസംബറിലേക്ക് ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസൊക്കെ എല്ലാ ഷോപ്സിലും ഉണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ കണ്ടു. ലൈറ്റ്സും സ്റ്റാർസും അതേപോലെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസും ഒക്കെ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോയൊക്കെ പിടിച്ചാണ് പോകുന്നത്. ആൻഡ് റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നൈറ്റ് ലൈഫാണ് ശരിക്കും ഉള്ളതെന്ന് എനിക്ക് തോന്നിപ്പോയി. കാര്യം ഡേ ടൈമിൽ പുറത്തൊന്നും അധികം ട്രാഫിക്കോ വണ്ടിയോ കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് നൈറ്റ് ആവുമ്പം നിറയെ ആൾക്കാരും ട്രാഫിക്കും ബ്ലോക്കും ഒക്കെയാണ്. എല്ലാവരും രാത്രിയാണ് പുറത്തിറങ്ങുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പ്രിൻസ് നമുക്കെല്ലാവർക്കും ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട് ജ്യൂസസും മോക്ടെയിൽസ് എന്തൊക്കെയോ സംഭവങ്ങൾ റെഡിയാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അതൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കണ്ടത് നീമാറു നമുക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ബ്രെഡ് സാൻഡ്വിച്ച് ആയിരുന്നു. ഞാൻ അപ്പോൾ തന്നെ കഴിച്ചു തുടങ്ങി. ആൻഡ് ദെൻ ക്യാരറ്റല്ല ഒനിയൻ ആൻഡ് ടൊമാറ്റോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സാൻഡ്വിച്ചാണ്. വാസ് റിയലി നൈസ്. എന്നിട്ട് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കബ്ബൺ പാർക്കിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടുത്താണ് നീമാർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ കബ്ബൺ പാർക്കിൻ്റെ അകത്തോട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട്. ആൻഡ് ഇവിടെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടിരുന്നു. ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ യൂഷ്വലി കാണുന്ന, അതായത് ഞാൻ കണ്ടിട്ടുള്ള പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ മ്യൂസിയത്തിനകത്തുള്ള പാർക്കും ട്രിവാൻഡ്രത്ത് മ്യൂസിയത്തിനകത്തുള്ള പാർക്കും കൊല്ലം അവിടെയുള്ള പാർക്കൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനെയൊക്കെ അപേക്ഷിച്ച് വലിയ പാർക്കായിരുന്നു. ആൻഡ് ഇവിടെ ഒരുപാട് സ്പേസസ് ഉണ്ടായിരുന്നു. ഒരുപാട് സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഗാർഡൻസ് ഒക്കെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ട്രീസ് ഉണ്ടായിരുന്നു, ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര തണലും
അങ്ങനെ ചൂടൊന്നും അറിയത്തില്ല നമുക്ക്. ഒരു ഉച്ച ആ സമയമാണ് നമ്മളവിടെ വന്നതെന്നുണ്ടെങ്കിൽ പോലും നമുക്കത്ര ചൂടോ വെയിൽ അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ലായിരുന്നു. നല്ല നോർമലായിട്ടുള്ള ഒരു വെതറായിരുന്നു. പിന്നെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല തണലും ഒരു ശാന്തതയൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു അത്. അവിടെ ഒരാൾ നിന്നിട്ട് ഈ ബബിൾസൊക്കെ വരുന്ന ഒരു സംഭവം സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളതൊന്നും വാങ്ങിയില്ല, പക്ഷെ അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുമായിരുന്നു. ആൻഡ് അവിടെ കുറേ തത്തകളുണ്ടായിരുന്നു. കലപില ശബ്ദം ഉണ്ടാക്കിയിട്ട് നല്ല രസമായിരുന്നു. ഒരു പോസിറ്റിവിറ്റിയൊക്കെ കിട്ടും അവിടെ ഇരിക്കുമ്പം, ഒരു ശാന്തതയൊക്കെ. അങ്ങനെ അഖിൽ പോയിട്ട് ആ ബബിൾസൊക്കെ ഉണ്ടാക്കുന്ന സംഭവം വാങ്ങിച്ച് അവരവിടെ നിന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ദെൻ നമ്മൾ കുറേ നേരം ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരുന്ന്. ദിസ് ഈസ് ദേവിക കെ ദാസ്. ആരോമലിന് ശേഷം ഇങ്ങനെ ഹൃദയത്തിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ദേവിക എനിക്ക്. ആൻഡ് നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആൻഡ് എൻ്റെ മുടിയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനിപ്പം മുടി വെട്ടി. ഇത് നമ്മൾ കഴിഞ്ഞ ഡിസംബറിലെടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് അതിനകത്ത് എനിക്ക് ഇത്ര മുടി ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ഇങ്ങനെ നമ്മുടെ ചെറി ബ്ലോസമൊക്കെ ഒരുപാടുണ്ടായിരുന്നു അവിടെ. ആ പാർക്കിനകത്ത് നിറച്ചും, പാർക്കിൽ മാത്രമല്ല നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴും അവിടെ എല്ലാം ഈ ഒരു റോസ് ഫ്ലവറായിരുന്നു. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടിപൊളി രസമാണ്. ഇങ്ങനെ ഒരു പോസിറ്റിവിറ്റി, എന്താ പറയുന്നത്, ഒരു സന്തോഷം അത് കാണുമ്പം. അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ കബ്ബൻ പാർക്കിൽ നിന്ന് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ സ്പെക്സൊക്കെ വെച്ചിട്ട് ചുമ്മാ ഷോ ഓഫൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയായിരുന്നു അവിടുത്തെ പരിപാടി. അതിനുശേഷം നൈറ്റ് നമ്മളൊരു പബ്ബിൽ പോയിട്ടുണ്ടായിരുന്നേ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് പബ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കുറേ പബ്ബുകളൊക്കെ ഇങ്ങനെ നടന്ന് വന്നിട്ടാണ് നമ്മൾ ഒരു പബ്ബിൽ കയറിയത്. ആൻഡ് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ അവിടെ നിന്നാണ് നൈറ്റ് ഫുഡൊക്കെ കഴിച്ചത്. ആൻഡ് അടിപൊളി സോങ്സൊക്കെ ആയിട്ട് ഇറ്റ് വാസ് റിയലി എ നൈസ് എക്സ്പീരിയൻസ്. എല്ലാവരും കൂടിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരുപാട് ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിച്ച് അവശ്യമായിട്ടാണ് നമ്മളന്ന് വീട്ടിൽ തിരിച്ചെത്തിയത്. ദെൻ അന്നത്തെ ദിവസം കഴിഞ്ഞു. ദെൻ ദ നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ചർച്ച് സ്ട്രീറ്റിലാണ്. ചുമ്മാ ജസ്റ്റ് അവിടെയും കുറേ ഷോപ്പിംഗ് ഒക്കെയാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് രാമേശ്വരം കഫേയിൽ നിന്നായിരുന്നു. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ അവിടുന്ന് കുറേ വെറൈറ്റീസൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിൽറ്റർ കോഫിയും പൊടി ഇഡലിയൊക്കെ ആയിട്ട് എല്ലാം അടിപൊളിയായിരുന്നു. ഒരു പ്രാവശ്യം പോയി എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വിചാരിച്ച് പോയതാണ്. അത് വർത്തായിരുന്നു. ആൻഡ് നമ്മൾ ചർച്ച് സ്ട്രീറ്റിലെത്തി. ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഔട്ട്ലെറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ അവിടുന്ന് ഒരു വടാപ്പാവ് കഴിച്ചു. ആ ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് വടാപ്പാവൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് വടാപ്പാവ് വാസ് ഓക്കെ, പക്ഷേ അതിനകത്ത് കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു ഗെയ്സ്. ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ അങ്ങനെ അധികം നോർത്ത് ഇന്ത്യൻ ഡിഷസൊന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഫുഡൊന്നും അധികം ടേസ്റ്റ് ചെയ്തിട്ടില്ല. ആകെ പാനിപ്പൂരിയൊക്കെ നമ്മൾ ശംഖുമുഖത്തോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ജസ്റ്റ് ഹാജിയിൽ നിന്നൊക്കെ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് പോയി കഴിക്കുന്നത്. പക്ഷെ അത് ഫ്ലോപ്പായി പോയായിരുന്നു. ഭയങ്കര ആഗ്രഹിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ പോയി കാര്യമായിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ ഉപ്പ് കൂടുതലായിരുന്നു. പക്ഷെ ഉപ്പൊന്ന് കറക്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നേനെ. കണ്ടോ, ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോയി വാങ്ങിച്ചതാണ്. പക്ഷെ ഉപ്പ് കൂടിപ്പോയി. നമ്മൾ കുറേ നേരം അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ എന്തോ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, എന്തോ മ്യൂസിക് ഷോയൊക്കെ. കുറച്ച് നേരം അതൊക്കെ കണ്ട് നിന്ന് എൻജോയ് ചെയ്ത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണേ. അതിന് ശേഷം നമ്മൾ വീട്ടിൽ പോയി എല്ലാം പാക്ക് ചെയ്ത് സെറ്റായി. ഇനി നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പോവുക. ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. മനസ്സൊക്കെ ഒന്ന് റിലാക്സ്ഡായി അടിപൊളിയായിട്ട് നമ്മളിനി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് മെട്രോയിൽ കയറുകയാണ്. ദെൻ ഇവിടെ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊല്ലം എത്തും. അവിടെ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ വീട്ടിൽ പോവും. അങ്ങനെ അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. ഓക്കെ, ബൈ.